ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡ് പരിചയപ്പെടാം. 100+100 വാട്ട്സ് RMS ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. ഗോൾഡ് M510 അതാണ് അതിൻ്റെ മോഡൽ നമ്പർ. G-Star ഓഡിയോസ് ആണ് ഇതിവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 മുതൽ 24 വോൾട്ട് വരെയാണ്. 24 വോൾട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടായ 100+100 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഇത് അതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്ന RCA സോക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു നോർമൽ വയർ പിന്ന് കണക്ട് ചെയ്യാൻ സോക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വിത്ത് കൺട്രോളും ഡ്യുവൽ കൺട്രോളും വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കൺട്രോൾ സെക്ഷനും വരുന്നത്. നമുക്കിത് ആംപ്ലിഫയറുകളിലൊക്കെ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും. സാധാരണ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകൾ നേരത്തെ ഇറങ്ങിയ പല ബോർഡുകളും ഡീറ്റെയിലിംഗ് ഇല്ല, ചില ഫ്രീക്വൻസികളൊക്കെ മിസ്സാകുന്നു എന്നൊക്കെ പല രീതിയിൽ നമുക്ക് പറഞ്ഞു കിട്ടും. പക്ഷേ ഈ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളും കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കണക്ഷൻസൊക്കെ. ഇവിടെ സെൻട്രലായിട്ട് അതിൻ്റെ സപ്ലൈ ഇൻപുട്ട്, സൈഡിൽ അതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടുകളാണ്. എല്ലാം നല്ല കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമ്മളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ചെറിയൊരു ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് TDS7498 എന്ന മോഡൽ ചിപ്പ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. ഇത് ഈ സീരീസിൽ വരുന്ന ബോർഡുകൾ വെച്ച് നമ്മൾ മുമ്പും ആംപ്ലിഫയറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. ബേസ് ആയാലും ട്രബിൾ ആയാലും മിഡ് ആയാലും എല്ലാം നമുക്ക് പക്കയായിട്ട് ലഭിക്കുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മുടെ മാർക്കറ്റ് ചെയ്യുന്ന G-Star ഓഡിയോസ് ആണ്. ഇതേ സെയിം IC വെച്ച ബോർഡുകൾ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. മോഹിക്കും നീ